ഗുഡ് മോർണിംഗ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റീസ് മാറണം. നമ്മൾ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ അതിനകത്ത് ആ ജഡത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹത്തിലും ബുദ്ധിയിലും നടക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നതിനെ കുറിച്ചും ഒരു കമ്പാരിസൺ ഉണ്ട്. അതൊന്ന് വായിക്കാം, അപ്പോൾ കുറേ പിടി കിട്ടും. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:16, ഗലാത്യർ 5:16. പൗലോസ് പറയാണ്, നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിപ്പിൻ. ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അല്ലെങ്കിൽ ലീഡിങ്, ഗൈഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, റോമർ 8 പറയുന്നു, ദോസ് ഹു ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ ദ ചിൽഡ്രൻ അല്ലെങ്കിൽ ആർ ദ അപ്രൂവ്ഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയാണ്, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. രണ്ടും രണ്ട, ആത്മാവിൻ്റെ പ്രേരണയും അല്ല ആത്മാവിനാൽ നടത്തപ്പെടുന്നതും ജഡത്താൽ നടത്തപ്പെടുന്നതും. അപ്പം നമ്മുടെ പ്രയോറിറ്റീസ് ഏതാ? നമ്മൾ കർത്താവിനേക്കാൾ ഉപരി നമ്മുടെ പ്രൊഫഷനോ നമ്മുടെ ബിസിനസ്സിനോ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിനല്ല നടത്തപ്പെടുന്നത് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. അതുപോലെ നമ്മൾ അതിനെ കവർ ചെയ്യാൻ നമുക്കറിയാം നമ്മൾ ആത്മാവിനല്ല നടത്തപ്പെടുക. നമ്മൾ അതിനെ കവർ ചെയ്യാനായിട്ടുള്ള നമ്മുടെ എക്സ്ക്യൂസാണ് കർത്താവിന് എന്നെ അറിയാം. എന്തോ അറിയാമെന്ന് നീ പറയുന്നത്, കർത്താവിനെ അറിയാം, ആരെക്കാളും നന്നായിട്ട് അറിയാം. പക്ഷെ കർത്താവ് എന്താണ് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവ് വിളിച്ചു, കർത്താവേ ഔട്ട് ഓഫ് 10 എനിക്ക് എത്ര മാർക്കുണ്ട്? കർത്താവ് എനിക്കൊരു മാർക്ക് കുറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ നിങ്ങളോട് പറയുന്നത്, നീ വലിയ സന്തോഷം, ഞാൻ പെർഫെക്റ്റ് ഒന്നുമില്ല, 10 ഔട്ട് ഓഫ് 10 ഒന്നുമില്ല. പക്ഷേ സന്തോഷിക്കാൻ പറയും. കാരണം ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരു വിലയിട്ടിട്ട് വല്ല കാര്യമുണ്ട്? അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ളവർ പറയുന്നു മിറ്റി അങ്ങനെ, അവർക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ എന്നോട് ഞാൻ ഡിറ്റായോട് പറയാം, ഡിറ്റ എൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് എനിക്കിത് കാണിച്ചു. ഡിറ്റായിക്ക് ലിസ്റ്റ് വെച്ച് എന്നെ നന്നായിട്ട് അറിയാം, ഡിറ്റായിക്ക് കുറേ കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ഞാനൊരു ജഡികനാണെങ്കിൽ അത് കേൾക്കുമ്പം ഞാൻ ഒഫൻഡഡ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ചില കാര്യങ്ങൾ മനസ്സിലാകാത്തപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടാണ് ചെയ്തത്. അല്ലാതെ നമുക്ക് നമ്മുടെ കുറവുകൾ നമുക്കറിയാമല്ലോ ഏതായി. അപ്പം മറ്റൊരാളത് പറയുമ്പോൾ നമുക്കത് നാച്ചുറലി നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. എല്ലാവരും ചെയ്യാറില്ല, ഞാനും പലപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ ഡിറ്റായോടൊരു 10 കുറ്റങ്ങൾ പറഞ്ഞെന്ന് വിചാരിക്കുക. എനിക്ക് വലിയ പ്രയാസം തോന്നി, അല്ല വലിയ ഞാൻ ഇങ്ങനെയൊക്കെ ആണോ എന്നൊരു ചിന്ത എനിക്ക് വരിക. അയ്യോ ഞാൻ ആത്മീയനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ഡീറ്റ ധരിച്ചിരിക്കുന്നത്. അതേസമയം ഞാൻ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എന്നെ തന്നെ ജഡ്ജ് ചെയ്യാനാണല്ലോ. ഡിറ്റ പറഞ്ഞൊന്നും അല്ലെന്ന് എനിക്ക് പിടി കിട്ടും. എനിക്ക് സന്തോഷം, ഡിറ്റ ഇത്ര കണ്ടുപിടിച്ചോണ്ടല്ലോ. കാരണം ഒരു 100 കുറവുകൾ അല്ലെങ്കിൽ ഒരു 1000 കുറവുകൾ പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. ഇതിനാണ് ജഡ്ജ് യുവർ സെൽഫ്. വിധിക്കപ്പെടാതിരിക്കാൻ തന്നെത്താൻ വിധിക്കുവിൻ. വചനം വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ തന്നെത്താൻ വിധിക്കുവിൻ. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ, പരിശുദ്ധാത്മാവ് തരുന്ന വെളിച്ചത്തിൽ, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ. അല്ലാതെ ഈ ലോകത്തിലെ ഡിറ്റ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ വേറൊരു പുരുഷനുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡിറ്റയുടെ ബ്രദേഴ്സുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻസിലുള്ള അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടായിരിക്കും. അപ്പോൾ 10 കുറവുകളെ കാണത്തുള്ളൂ. അതേസമയം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടുമൊക്കെ ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യുകയാണെങ്കിലോ ഏതാ ശ്രേഷ്ഠം? അപ്പോൾ എനിക്ക് എന്തെങ്കിലും അല്ലല്ല തൃപ്തിപ്പെടാനുണ്ടോ? ഞാനങ്ങ് പറയാം, കർത്താവിന് ഡിറ്റ ഇങ്ങനെയൊക്കെ പറയാലും കർത്താവിന് എന്നെ അറിയാമെന്ന് പറഞ്ഞാലോ. ഡിറ്റ പറഞ്ഞ കുറവുകളും അവിടെ നിൽക്കും, പരിശുദ്ധാത്മാവ് കാണിച്ചു തന്ന കുറവുകളും അവിടെ നിൽക്കും. ഒരു വളർച്ചയും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഇത് ശരിയായിട്ട് ഗ്രഹിച്ചോണം കേട്ടോ. അനുദിനം മാനസാന്തരപ്പെടണം. പോൾ പറയാം, ഞാൻ അനുദിനം ഐ ഡൈ ഡെയിലി. എല്ലാ ദിവസവും തല ഡെയ്യുന്ന കാര്യമല്ലോ പറയുന്നത് കേട്ടോ. ഞാൻ ദിനം പ്രതി മരിക്കുക, മാനസാന്തരപ്പെടുക. കാരണം ഈ കഴിഞ്ഞ ദിവസം സാക്വിന ബ്രദർ പറയായിരുന്നു, നമ്മുടെ ഈ സിൻഫുൾ ലൈഫ് അല്ലെങ്കിൽ സീക്രട്ട് സിൻസ് എന്ന് പറയുന്നത് ഒരു ഐസ്ബർഗ് പോലെ. നമ്മൾ വെള്ളത്തിൽ ഒരു ഐസ് ക്യൂബ് ഇടുക, അതിങ്ങനെ കുറച്ച് പോർഷൻ പൊങ്ങി വയ്ക്കും, ബാക്കി മേജർ പോർഷൻ താഴോട്ട് വയ്ക്കും.
അപ്പോൾ ഈ പൊങ്ങിക്കുന്ന കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാലോ? നമ്മൾ ഇത് പൊങ്ങിയിരിക്കുന്നില്ല, അതാണ് കട്ട് ചെയ്ത് വെള്ളമായിട്ട് ലെവലാക്കാം. കട്ട് ചെയ്താലോ അത്രയും പോർഷൻ വീണ്ടും പൊങ്ങി, കാരണം താഴെ അങ്ങോട്ട് കിടക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ആ അകത്തുള്ള അൺകോൺഷ്യസും കോൺഷ്യസും സെൻസ് നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മളിതിനെ കട്ട് ചെയ്യുന്നില്ല. പൊങ്ങിയിരിക്കുന്നതിനെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളോട് പറയുന്നത് ഓ കർത്താവിന് എന്നെ അറിയാം. അതേസമയം എനിക്ക് ഈ കാര്യങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനേ പറ്റുന്നുള്ളൂ, നടപ്പിലാക്കാൻ പറ്റുന്നില്ലല്ലോ. കർത്താവ് ഒരു കാര്യം ബോധ്യം തരുമ്പം, അല്ലെങ്കിൽ ഞാൻ വചനം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഭയങ്കര ഇല്ല, ഞാനത് ചെയ്യും, ഞാനത് വിട്ടുകളയും. അതിനുശേഷം ഞാൻ ലോകത്തിലേർക്കറിയാം. എനിക്ക് ജോലിയുടെ 100 കൂട്ടം തിരക്കാം, വീട്ടിൽ വന്ന് അതിനേക്കാൾ തിരക്കാം. പിന്നെ എപ്പോഴാന്നുള്ളത് കർത്താവിനോട് ചോദിക്കുക. നമ്മളൊരു ദൈവത്തിലാണെങ്കിൽ ഏതിനാണ് ഒന്നാം സ്ഥാനം പറ. ആദ്യം കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒന്ന് കറക്റ്റ് ചെയ്യും, അതിന് ശേഷമായിട്ട് ബാക്കിയില്ല. അതുകൊണ്ട് കർത്താവ് സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ആൻഡ് റൈച്ചസ്. അപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം അതിൻ്റെതായ ശൂന്യതകളും അതിൻ്റെതായ കുറവുകളും അതിൻ്റെതായ സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതാ കർത്താവുമായിട്ടുള്ള ആ ഒരു കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലോട്ട് വരാത്തതിൻ്റെ. പക്ഷെ നമുക്കതല്ല വിഷയം. നമുക്ക് വിഷയം ലോകത്തിൽ നമുക്ക് കിട്ടേണ്ട സ്ഥാനം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ലോകം നമ്മളെ അംഗീകരിക്കുന്നുണ്ടോ? ചപ്പൊന്നും ചവറന്നും എണ്ണാനാ പൗലോസ് പറയട്ടെ. ചപ്പൊന്നും ചവറന്നും ഈ പറഞ്ഞ മനുഷ്യൻ ഇന്ന് പൊക്കിയൊന്നും മനുഷ്യൻ നാളെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നോക്കിയാണ് വേൾഡ് കപ്പ് ആയിട്ട് വരുമ്പോൾ എന്തോ ഒരു അപ്രീസിയേഷൻ. തോറ്റിട്ട് വരുമ്പോഴോ ഈ പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു പോകും, പിന്നെ ചീത്തവിളി. ഇതാ ലോകം. അപ്പോൾ നീ അപ്രീസിയേഷൻ കൊണ്ട് എന്താ കാര്യം? അതേസമയം കർത്താവിൻ്റെ അപ്രീസിയേഷൻ അതങ്ങ് നിത്യതയോളം ഉള്ളതാണ്. നമ്മുടെ പ്രതിഫലം അതിനനുസരിച്ച് കേട്ടോ. കർത്താവ്